Okay. Good morning, everyone. I am Rudula. Today's prayer. Lord Jesus, please bless every day, every student and teacher present in this classroom. Grant us open hearts and clear minds so that we can understand the lessons that are presented to us. Amen. Thank you. Signing. Good morning, everyone. I am Afila, and it gives me great joy to warmly welcome you all to today's class. I wish that today we will be a day filled with freshness, happiness, and positive energy. To begin, let's us start with a beautiful prayer by Mrudula. I extended a warmly welcome to our respected teacher, Ashwati ma'am. Ashwati ma'am alla, Jisha ma'am, who will be handling today's class. I also welcome all my enthusiastic and energetic classmates. I hope you will all remain active and participate thought out the session to make this morning even more inspiring. Our dear friend Nesira will now present the thought of the day. Please. Good morning, everyone. And today's thought education is the most powerful weapon which you can use to change the world. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ്. താങ്ക് യു. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, prayer എല്ലാം കഴിഞ്ഞു? Yes, ma'am. Okay, fine. 1 second. Okay. Where were we? എവിടെയായിരുന്നു? തേർഡ് വൺ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഇനി പറയേണ്ടത്.
ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കീ ഫാക്ടേഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? കീ ഫാക്ടേഴ്സിനെ കുറിച്ചായിരുന്നു. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കീ ഫാക്ടേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കീ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഡെഫിനറ്റ്ലി ലേണർ, ടീച്ചർ, സ്റ്റുഡൻസും ടീച്ചേഴ്സും, അല്ലെങ്കിൽ ലേണർ, ഫെസിലിറ്റേറ്റർ, ട്രെയിനർ, ട്രെയിനീസ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ട്രെയിനർ, ട്രെയിനീസ്. ഓക്കെ, ദെൻ ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ. നമുക്കിവിടെ ലേണിംഗ് എൻവയോൺമെന്റ് നമുക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ലേണിംഗ് എൻവയോൺമെന്റ് പല രീതിയിലും ഡിഫറെന്റ് ആയിരിക്കും. ആ ലേണിംഗ് എൻവയോൺമെന്റിലൂടെ അവർ പോകുന്ന ലേണിംഗ് പ്രോസസ്, ടീച്ചർ, വൺ ഹൂ ഈസ് ടീച്ചിങ്, ലേണർ, വൺ ഹൂ ഈസ് ലേണിംഗ്. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പക്ഷേ ഈ ഒരു ടീച്ചറും കുട്ടികളുമാണ് കടന്നു പോകുന്നത്, ട്രെയിനറും ട്രെയിനിയുമാണ് കടന്നു പോകുന്നത്. അതിൽ നിന്നും definitely they will get learning experiences. So they should get learning experiences, both teacher and learner. രണ്ടു പേർക്കും ലേണിംഗ് എക്സ്പീരിയൻസസ് കിട്ടുവാണ്. ഒരാളല്ല, സ്റ്റുഡൻസിന് മാത്രമല്ല, രണ്ടുപേരും ആ ലേണിംഗ് എക്സ്പീരിയൻസസ് അത് എൻജോയ് ചെയ്യുന്ന രണ്ടുപേരുമാണ്. ആ ടീച്ചർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരു കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ലേണിംഗ് എക്സ്പീരിയൻസസ് അതുപോലെ ആയിരിക്കണം. അപ്പൊ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് വേണ്ടത്, അല്ലാതെ സബ്ജക്ട് സ്റ്റഡിങ് അല്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കും. ചില ടീച്ചേഴ്സ് അത് ഭയങ്കര അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അവരത് കുട്ടികളെ അതിലൂടെ കൊണ്ടുപോകും. അല്ലാതെ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം പറഞ്ഞ് ക്ലോസ് ചെയ്യല്ല ചെയ്യുന്നത്. അവരതിലൂടെ കൊണ്ടുപോകും. ഞങ്ങൾക്കൊക്കെ പണ്ട് കെമിസ്ട്രി ഒക്കെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകൾ ക്ലാസ്സിൽ കാണിക്കും. കാരണം അന്നൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ച്. അന്നൊന്നും ലാബ് ഫെസിലിറ്റി ഒന്നും സ്കൂളുകളിലൊന്നും ഇല്ല. ഇപ്പോഴാണ് +1, +2, ഈവൻ 9th ഇപ്പൊ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിനെ എനിക്കറിയില്ല, CBSE 9th ലാബ്, 9th 10th അവർ ലാബ് ചെയ്യുന്നുണ്ട്. +1, +2 അവർക്ക് ഡെഫിനറ്റ്ലി സയൻസ് ആണെങ്കിൽ ലാബ് ഉണ്ട്. ഓക്കെ, അപ്പോ അതേസമയം VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആകുമ്പോൾ കുറച്ചുകൂടെ സ്കിൽ ട്രെയിനിങ് ആണ് അതിനകത്ത് വരുന്നത്. സബ്ജക്ട് സ്റ്റഡിങ് മാത്രമല്ല, ഒരു സ്കില്ലും കൂടെ അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ലേണിംഗ് പ്രോസസ്സും അതിലൂടെ ലേണിംഗ് എക്സ്പീരിയൻസസും ഉണ്ടാകുന്നു. ഈ ലേണിംഗ് എക്സ്പീരിയൻസ് ആർ എൻജോയ്ഡ് ബൈ ബോത്ത് ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ലേണിംഗ് പ്രോസസ് ആണ് ഇനി പറയേണ്ടത്. അതാരെങ്കിലും ഒന്ന് വായിക്കാമോ? ലേണിംഗ് പ്രോസസ്. Learning process. After knowing the learner and deciding what learning experiences are to be provided, educational psychology moves on the laws, principles, and theories of learning. Other items in the learning process are remembering and forgetting, perceiving, concept formation, thinking and reasoning, problem solving, transfer of learning, ways and means of efficient learning. Thank you, ma'am. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലേണിംഗ് പ്രോസസ് ജസ്റ്റ് കമ്പയർ വിത്ത് അവേഴ്സ്. നമ്മളുടെ ഇതൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ലൈക്ക് ഇപ്പൊ നമ്മള് 20 ഇൻക്ലൂഡിങ് അസ് ഫ്രം അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നിക്കൽ സൈഡ്. അപ്പൊ 20 പേരുണ്ടെങ്കിൽ വി ഓൾ ആർ എക്സ്പീരിയൻസ് സംഹൗ ഇൻ ദിസ് എൻവയോൺമെന്റ് അല്ലെ. നമ്മൾക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ ലേണിംഗ് പ്രോസസ്സിന്റെ
ഫ്രൂട്ട്സ് കിട്ടുന്നത്. ഈവൻ ദോ കൊച്ചു കുട്ടികൾക്ക് നമ്മളൊരു അവയർനെസ് കൊടുക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, വീട്ടിൽ ചെന്ന് ഒരു ഭയങ്കരമായിട്ട് തന്നെ ഇലാബറേറ്റ് ചെയ്ത് കഥ പറയുന്ന പോലെയൊക്കെ അവരിങ്ങനെ പറയും. അപ്പൊ ഈവൻ അവർക്ക് പറയുമ്പോ തന്നെ വീട്ടിലുള്ളവരെല്ലാം ശ്രദ്ധിക്കും അല്ലെ, അവര് വളരെ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും. അപ്പൊ എല്ലാരും അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കും. അപ്പൊ അതൊരു ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് അവയർനെസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈക്ക് ഒരു ടീച്ചേഴ്സ് ഫ്രൂട്ട്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു, ഫ്ലവേഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു, ഫിഷസ്, അങ്ങനെ എന്തെങ്കിലും ആനിമൽസ്, ബേർഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മേ ബി കുട്ടികൾ വളരെ അവർക്കത് കേൾക്കുന്ന മുഴുവൻ അവരുടെ ഉള്ളിലായിരിക്കും, അവരത് വന്ന് ഷെയർ ചെയ്യുന്നു. ശരിക്കും ഇൻഡയറക്ട്ലി ലേണിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരും കൂടുതൽ ഇനിയായിരിക്കും. ആ ലേണിംഗ് പ്രോസസ്സിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ലേണിംഗ് എക്സ്പീരിയൻസ് കൂടുതൽ വൈഡായി വരും. കുട്ടിയെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ലേണിംഗ് പ്രോസസ് ചെയ്യാനായിട്ട്. ആ ഒരു കുട്ടിക്ക് എന്താണ് ഇപ്പൊ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് വേണം ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ ആ കുട്ടിയെ കൊണ്ടുപോകാനായിട്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലോസ്, കുറെ തിയറീസ്, കുറെ പ്രിൻസിപ്പിൾസ് അങ്ങനെ എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ ലേണിംഗ് പ്രോസസ്സിലെ ബാക്കി ചില കാര്യങ്ങളുണ്ട്. ചിലത് റിമെമ്പറിങ്, ഫോർഗെറ്റിംഗ്, പെർസീവിങ്, കൺസെപ്റ്റ് ഫോർമേഷൻ, തിങ്കിങ് ആൻഡ് റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, വേസ് ആൻഡ് മീൻസ് ഓഫ് എഫിഷ്യന്റ് ലേണിംഗ്. നമുക്ക് ചില അവയർനെസ് നമ്മളത് ലൈഫ് ലോങ് നമ്മൾക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ചിലത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴേക്കും ചില ഇയർ അല്ലെങ്കിൽ ചില ആളുകളുടെ പേര് ഒക്കെ നമുക്ക് ഇത്തിരി കൺഫ്യൂസ്ഡ് ആയി വരും. അപ്പൊ നമ്മളത് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വേർഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മളത് പഠിക്കും, എക്സാമിന് എഴുതും. ബട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾക്ക് ചിലതൊക്കെ നമ്മൾ മറന്നു പോകൂലേ. അതുകൊണ്ടാണ് റിമെമ്പറിങ്, ഫോർഗെറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ലേണിംഗ് ശരിക്കും 3 രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പൊ ശരിക്കും പോകുന്നത്. ലേൺ, അൺലേൺ, റീലേൺ. ലേൺ ചെയ്യാം, ചിലത് നമ്മൾ വേണ്ടാന്ന് വെക്കുക, ചിലത് നമ്മൾ വീണ്ടും പഠിക്കുക. ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഒരു ലേണിംഗ് പ്രോസസ്സിൽ വരേണ്ടത്. ഓക്കെ, ലേൺ, അൺലേൺ, റീലേൺ. അൺലേൺ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞ ഫോർഗെറ്റിംഗ് പോലെ തന്നെ. ചിലത് നമുക്ക് വേണ്ടത് ഉൾക്കൊള്ളുക, വേണ്ടാത്തത് തള്ളുക എന്നുള്ള ആ ഒരു രീതിയിൽ. വേണ്ടത് വീണ്ടും വീണ്ടും നമ്മൾ അത് അനലൈസ് ചെയ്യുക, പഠിക്കുക. പിന്നെ പഠിച്ചത് നമ്മളിൽ മാത്രം ഒതുങ്ങുമല്ലോ. ഹൗ ടു ട്രാൻസ്ഫർ ദാറ്റ് ലേണിംഗ്. നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ ആ ഇൻഫർമേഷൻസിനെ ഒരു നോളജ് ആക്കി വെക്കുന്നു. ആ നോളജിനെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇതാണ് ഒരു എഫിഷ്യന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്. ഡെഫിനറ്റ്ലി അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. അതാരാ റീഡ് ചെയ്യാം? Okay, ma'am. Here we deal with the environmental factors and learning situations which come in the middle between the learner and the teacher. Topics like classroom climate and group dynamic, techniques and aids that facilitate learning and evaluation, techniques and practices, guidance and counseling, etc. for the smooth functioning of the teaching learning process. Thank you, ma'am. So that learning situation or environment, ours is a virtual platform, that is Google platform. അതുപോലെ തന്നെ ക്ലാസ് റൂംസ്, നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, സ്കൂളുകളിലെ ഒരു പ്രത്യേക എൻവയോൺമെന്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, അംഗൻവാടി അതുപോലെ വേറെ എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഓരോ ഏജ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ എൻവയോൺമെന്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഈവൻ ഒരു ഇതിപ്പോ തന്നെ മറ്റേത് ക്ലാസ് റൂമിൽ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആ ഒരു ഫിസിക്കലി അവർ തമ്മിൽ നേരിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഇന്ററാക്ഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും. പക്ഷെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഓൺലി നമ്മൾ ആ വോയിസ് ആയിരിക്കും കേൾക്കുന്നത്. ചിലരുടെ വോയിസ് കേൾക്കണേയില്ല, ചിലർ മറ്റുള്ളവരെ കേൾക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും നമ്മളുടെ ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ബട്ട് എങ്ങനെ എന്തൊക്കെയായാലും ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാവും അല്ലെ, ബോണ്ടിങ് ഉണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി അവിടെ ഒരു എന്തെങ്കിലും ഒരു ഡിസ്കഷൻസ് വരും, കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, കൺഫ്യൂഷൻസ് വരും. അപ്പൊ നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്ട്, കൺഫ്യൂഷൻസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഉള്ളത്.
കഴിഞ്ഞ ദിവസം എനിക്ക് ആലുവ സൈഡിലേക്ക് പെരുമ്പാവൂർ മൂവാറ്റുപുഴ സൈഡിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലുവ KSRTC സ്റ്റാൻഡിൽ ചെന്നപ്പോ നമ്മുടെ പോലീസുകാരുടെ ബറ്റാലിയൻ, ആ ഒരു വലിയ ബ്ലൂ ബസ്സില്ലേ, അതിൽ നിറയെ പോലീസുകാരെ കണ്ടു. അതിന്റെ ഒരു പ്രീവിയസ് വീക്കിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഇതേ കാഴ്ച കണ്ടിട്ടു കേട്ടോ. പിന്നെ ഞാൻ പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയപ്പോ അവിടെ ഈ ഒരു ഫ്ലൈങ് സ്ക്വാഡ് പോലത്തെ അങ്ങനെ ജീപ്പില് പോലീസുകാരാണ്. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പോകുമായിരുന്നു. കാരണം പണ്ട് അങ്ങനെ സ്ഥിരം ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഒരു പെട്രോൾ ചെയ്യുന്ന കാണാം, അതും ഒരു ഈവനിങ് ടൈമൊക്കെയാണ്. ഞാൻ പോയതൊരു നൂൺ ടൈമിലായിരുന്നു കേട്ടോ. അപ്പൊ ആണ് എൻ്റെ ഒരു കസിൻ പറഞ്ഞത്, ഈ ഒരു സ്കൂള് വിടുന്ന അല്ലെങ്കിൽ കോളേജ് അതൊക്കെ വിടുന്ന സമയമാകുമ്പോൾ ഈ കുട്ടികൾ ചെന്ന് ഈ ഇതുപോലുള്ള ഏരിയയിൽ, അതായത് ബസ് സ്റ്റാൻഡിലൊക്കെ വരും, ഭയങ്കര തമ്മിൽ വഴക്കായിരിക്കും. വെറുതെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി തന്നെയാണ് അവരുടെ പ്രോബ്ലം. അവർക്ക് പെട്ടെന്ന് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇങ്ങനെ ഭയങ്കര വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകുന്നത്. കാരണം സബ്മിസീവായി നിന്നുകൊണ്ട്, പേഷ്യൻസോടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പെൺകുട്ടികളും മോശമല്ല, പെൺകുട്ടികളും വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തമ്മിൽ വെച്ചാൽ എന്താ പറയാ, ബോഡിക്ക് ഹാമാകുന്ന രീതിയിൽ ഉപദ്രവിക്കുന്നവരെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അതൊരു വളരെ റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റിൽ ഒരു സ്കൂളിലാണ് ഞാനത് കണ്ടത്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് ആ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഇമോഷൻസ് ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷൻസ് ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. ദേഷ്യം, സങ്കടം, അമിത സന്തോഷം, അതും പ്രശ്നം തന്നെയാണ്. അമിതമായി സന്തോഷിക്കുമ്പോഴും ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെയെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുട്ടികൾക്ക് പറ്റില്ല. അഡോളസൻസ് എത്തുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണിത്. ഇത് അവരെ എങ്ങനെ ആ ഒരു ബാലൻസ്, കാരണം അവരുടെ ഒരു എക്സ്ട്രാ ഒരു എനർജി, അവരുടെ ഒരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. ഇതാണ് ഇവരെ ഈ ഒരു പ്രശ്നത്തിന് കാരണം. നമ്മൾ ഇതിനെ ഡീവിയേറ്റ് ചെയ്യിക്കണം. ഈ ഒരു ഇന്റേണൽ ഫോഴ്സസ് വേറെ എന്തെങ്കിലും ഡീവിയേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇങ്ങനെ ഇപ്പോ സ്കൂൾ ടൈമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കുവാണല്ലോ. ഈ മഴ അവധി കുറെ വരുമ്പോൾ കരിക്കുലത്തിൽ നിന്ന് കുറെ അവധികൾ പോകുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സമ്മർ വെക്കേഷൻ, ഏപ്രിൽ മെയില് ക്ലാസ് വെച്ചിട്ട് പിന്നെ ജൂൺ ജൂലൈ വെക്കേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഡിസ്കഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ഒരു ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് മാത്രമല്ല പുള്ളി പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. 8 പടി തുടങ്ങി 1 മണി വരെ സ്കൂൾ ടൈം വെക്കുക. അത് കഴിഞ്ഞ് 1 മണിക്ക് കുട്ടികൾ ഫ്രീ ആവുന്നു. ആഫ്റ്റർ ലഞ്ച് അപ്പൊ ഇവർക്ക് മോർണിംഗ് ടു ഈവനിങ് സ്കൂളിൽ വരുമ്പോ സ്കൂളിലായിരിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്കൂളിൽ അവരുടെ സിലബസ് മാത്രമായിരിക്കും ഫോളോ ചെയ്തു പോകുന്നത്. കൂടുതൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. അപ്പൊ ബാക്കിയുള്ള ടൈം, അതായത് 1 മണിക്ക് ശേഷമുള്ള ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ടൈം ഓരോ കുട്ടിക്കും എന്താണോ ഇൻട്രസ്റ്റഡ് അത് അവൻ ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഡിജിറ്റൽ വേൾഡ് തന്നെയാണ്, അവർ മൊബൈലിൽ നോക്കിയിരിക്കും. പക്ഷെ സ്കൂളിൽ നിന്നുള്ള എൻവയോൺമെന്റിലാകുമ്പോൾ അവർക്ക് ചാൻസ് ഇല്ല, മൊബൈല് നോക്കാനായിട്ട് പറ്റില്ല. സ്കൂളിൽ മൊബൈൽ എന്ന് പറയുന്നത് റെസ്ട്രിക്ട് ചെയ്തേക്കുവാണല്ലോ, നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വീട്ടിലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, നമുക്കത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മളും ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ എൻ്റെ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് കൂടുതലാണ്, നമ്മൾ അവിടുത്തെ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്കൂളിന്റെ എൻവയോൺമെന്റ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫ്രീഡം നിങ്ങളുടെ ഫ്രഷർ ആയിട്ട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ചിലര് കുഴപ്പമില്ല കേട്ടോ, കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട് വളരെ വാം വെൽക്കമിങ് ആയിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളത്. പക്ഷെ കൊളീഗ്സ് ആയിട്ടുള്ള ടീച്ചർ അവരെ റെസ്ട്രിക്ട് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ പല എൻവയോൺമെന്റ്, ചില സ്കൂളുകളിൽ ഫുൾ ഫ്രീഡം ആണ്, എന്തും ചെയ്യാം. ചില സ്കൂളുകളിൽ അവർ സമ്മതിക്കുകയില്ല, അവർ പറയണത് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുക. ഇതൊക്കെയാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവര് ഫേസ് ചെയ്ത കാര്യങ്ങൾ. വൺസ് നിങ്ങൾ പോവാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ കറക്റ്റ് അതുപോലെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യും. അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കുക ആ സ്കൂളിന്റെ രീതി, അല്ലെങ്കിൽ നമുക്കൊട്ടും ഫുൾഫിൽ ആയിരുന്നൊരു ഫീല് വരില്ല. നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് 10 days ചെയ്താലും 15 days ചെയ്താലും 1 month ചെയ്താലും വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് വി ഹാഡ് ഡൺ സംതിങ്. നമ്മൾ എന്തോ ചെയ്തു എന്നുള്ളത് നമുക്ക് തോന്നിയില്ല.
അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം നല്ല രീതിയിൽ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. നമുക്ക് മാത്രമല്ല കുട്ടികൾക്ക് നല്ലത് തന്നെ കിട്ടണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ നോക്കണം. അപ്പൊ ഇങ്ങനെ ഞാൻ ആ പോലീസ് വണ്ടി ഇങ്ങനെ കണ്ടപ്പോ കസിൻ ഇങ്ങനെ പറഞ്ഞതാണ്, കുട്ടികൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കത്രേ. അവരിങ്ങനെ അപ്പോൾ പോലീസിന് ഇടപെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എന്റെ ലൈഫില് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ പോലീസൊക്കെ വല്ലപ്പോഴൊക്കെ കാണുന്ന കാഴ്ചയായിരുന്നു. ഇപ്പൊ എപ്പോഴത്തെ ഇങ്ങനെ ആള് കൂടുന്ന സ്ഥലത്തും കാണാം. അപ്പൊ അത്രയും നിയമത്തിന്റെ ആവശ്യം ആ ഒരു നമ്മുടെ ഇടങ്ങളിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഈ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവിയോൺമെന്റ് അപ്പൊ അത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും നിങ്ങളുടെ ആ ഒരു ലേണിംഗ് സിറ്റുവേഷൻ എൻവിയോൺമെന്റ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് തന്ന് നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആകുന്നതാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആ ഒരു സ്കൂള് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും സ്കൂളിൽ പോയി എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്കും കുട്ടികൾക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് വരണം. പിന്നെ പലപ്പോഴും ക്ലാസ് റൂമിന്റെ ഒരു ക്ലൈമറ്റ്, അതാണ് ഇപ്പൊ പറഞ്ഞത്. ക്ലാസ് റൂമിലെ കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ, കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി, തമ്മിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. അവിടെ നമുക്കിങ്ങനെ ലീഡറിനോ അല്ലെങ്കിൽ ഒരു മെയിൻ ആളെന്നോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് എല്ലാവരും ഈക്വൽ ആണ്, ഇൻക്ലൂഡിങ് മീ. ഞാനും നിങ്ങളും ഒക്കെ ഈക്വൽ തന്നെയാണ്. അല്ലാണ്ട് ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നു അങ്ങനെയല്ല. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കുന്നതും അനുസരിക്കുന്നതും ഡിഫറെന്റ് ആണല്ലോ. സോ നല്ല കറക്റ്റ് ആണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പറയാം എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറയുന്നതുകൊണ്ട് ഒട്ടും ഒരു പ്രശ്നവും വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ ഗൈഡൻസ് നടക്കുന്നു, കൗൺസിലിംഗ് നടക്കുന്നു. ഒരു സ്മൂത്ത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് നടന്നാൽ മാത്രമാണ് ലേണിംഗ് എൻവയോൺമെന്റ് ബെറ്റർ ആകുള്ളൂ. ഓക്കെ, ഇപ്പം എന്താ സ്റ്റുഡൻസ് അധ്യാപകനെ മർദ്ദിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ആകാതിരിക്കണം നമ്മളുടെ കുഞ്ഞുങ്ങള്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്നത് ഗ്രാസ് റൂട്ടീന്നാണ്. നമുക്ക് ഏറ്റവും ചെറിയ കുട്ടികളെയാണ് കിട്ടുന്നത്. അവരുടെ ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ, അവരുടെ ക്യാരക്ടറിന്റെ ആണെങ്കിലും ബിഹേവിയറിന്റെ ആണെങ്കിലും ഫൗണ്ടേഷൻ വരുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടുന്നത് അവർ റെസ്പോൺസിബിലിറ്റി. എന്നിരുന്നാലും ചില കുട്ടികള് നല്ല പ്രായം ഹൈസ്കൂൾ ലെവലിലൊക്കെ വരുന്ന വളരെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടികള് ചില ടീച്ചേഴ്സിന്റെ സ്വാധീനം ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഉണ്ട്. നമ്മൾ വലുതായിട്ട് നന്നാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു ടീച്ചർ, ഒരു ഹൃദയമുള്ളൊരു ടീച്ചറുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അങ്ങനെ നടന്ന കുട്ടികൾ വരെ നന്നായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ടീച്ചർ. ടീച്ചർ ഒരു പൊട്ടന്റ് ഫോഴ്സ് ആണ്. അപ്പൊ ടീച്ചറിനെ കുറിച്ചാണ് നെക്സ്റ്റ്. ആരാന്ന് റീഡ് ചെയ്യാം. The teacher is a potent force in any scheme of teaching and learning process. It discussed the role of the teacher. It indicates the need of knowing himself for a teacher to play his role properly in the process of education. His conflicts, motivation, anxiety, adjustment, level of goal, etc. It throws light on the essential personality traits, interests, aptitudes, the characteristics of effective teaching, etc., so as to inspire him to become a successful teacher. Thank you, ma'am. So, teacher. നമ്മൾ ആ ഒരു വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണല്ലേ. നമ്മൾ ആ ജേർണിയിലാണ്. കുറെ പേര് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി ഈ ഒരു കോഴ്സ് നിങ്ങളെ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു പൊട്ടന്റ് ഫോഴ്സ് തന്നെയാണ്. ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ടീച്ചറുടെ ജോലി. ടീച്ചർ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാകുകയും വേണം, അവർക്കത് കിട്ടുകയും വേണം അല്ലെ. അല്ലാതെ എന്തോ ഒന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ എന്റെ ജോലി ചെയ്തു എനിക്ക് ശമ്പളം കിട്ടും എന്നല്ല ഒരു ടീച്ചർ വിചാരിക്കണേ. അത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ അതിൽ വരുന്ന ഒരു പൊട്ടന്റ് ഫോഴ്സ് തന്നെയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു ടീച്ചർക്ക് 20 കുട്ടികളാണ് മുന്നിലിരിക്കുന്നത്. 20 കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ ടീച്ചർ ആദ്യം സ്വയം മനസ്സിലാക്കണം. നോ ഹിംസെൽഫ്. ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്, നോയിങ് അവർ സെൽഫ്. നമ്മളെ മനസ്സിലാക്കിയതിനു ശേഷമാണ്
വേറൊരാളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റും. അതൊരു പ്രോപ്പർ ആയിട്ട് തന്നെ ആ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യണമെങ്കിൽ ടീച്ചർ ഷുഡ് നോ ഹിംസെൽഫ് ഫസ്റ്റ്. ടീച്ചർക്ക് ഉണ്ടാകും മനസ്സിൽ പല കോൺഫ്ലിക്ട്സും കൺഫ്യൂഷൻസും പല കാര്യങ്ങളും ഉണ്ടാവും, ആൻസൈറ്റി, അങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. സോ അതെല്ലാം മാറ്റിയിട്ട് വേണം ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകാനായിട്ട്. ടീച്ചറുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്സ് അതെല്ലാം എഫക്റ്റീവ് ടീച്ചിങ്ങിലേക്ക് വരണം. ചിലപ്പോൾ വളരെ ക്ഷമയുള്ള ഒരു ടീച്ചറായിരിക്കും, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും, പക്ഷെ നല്ല ഡാൻസർ ആയിരിക്കും. അപ്പൊ ആ ടീച്ചറിന്റെ ആ ഒരു എബിലിറ്റി, ആ ഒരു പ്രോസസ്സ് ടീച്ചർക്ക് യൂസ് ചെയ്യാം. ഈ പാട്ട് പാടുന്നതായിരിക്കും, കഥ പറയുന്ന ആളായിരിക്കും. ടീച്ചർക്ക് വേ ഓഫ് ടീച്ചിങ് മാറ്റാം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ഹർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി ഇതുകൊണ്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ടീച്ചറായിട്ട് മാറണം. അതിന് ഹി ഷുഡ് നോ ഹിംസെൽഫ് ഫസ്റ്റ്. ആദ്യം അവനവനെ തന്നെ അറിയണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ടീച്ചർ ആകുമ്പോൾ നമ്മളുടെ പോസിറ്റീവ് എന്താന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പോസിറ്റീവ് യൂസ് ചെയ്തിട്ട് വേണം, ഈ പോസിറ്റീവ് ശരിയായ രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം ആ ഒരു ടീച്ചിങ് പ്രോസസ്സിൽ. അപ്പോൾ മാത്രമാണ് പ്രോപ്പർ ലേണിംഗ് പ്രോസസ് നടക്കും. അതുകൊണ്ടാണ് ടീച്ചർ ഒരു പൊട്ടൻറ്റ് ഫോഴ്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും ചില ഓൺലൈൻ ക്ലാസ്സുകൾ റേഡിയോ പോലെ ആയിരിക്കും, ടീച്ചർ മാത്രം സംസാരിക്കുന്ന, കുട്ടികളൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് മാറിയാണ് ഇപ്പൊ പലതും ഇന്ററാക്റ്റീവ് സെഷൻസ് ആയി മാറിയത്. ഈവൻ ഒരു ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് ആരെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ വരുവാണെങ്കിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ട് നടത്തും. കഴിഞ്ഞ ദിവസം മോന്റെ സ്കൂളിൽ പാരന്റ്സിനൊരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് എടുക്കാൻ വന്നത് തന്നെ ഒരു പാരന്റ് ആയിരുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു വന്നത്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ക്ലാസ് എടുത്തത്. അവരുടെ ലൈഫിനെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. അവർക്ക് ആദ്യം ജീവിതം തുടങ്ങിയ സമയത്ത് ഉണ്ടായ പല പ്രശ്നങ്ങളും പിന്നീട് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവരത് സോർട്ട് ഔട്ട് ചെയ്ത് അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയ ഒരു കാര്യമായിരുന്നു. ശരിക്കും അവര് മുന്നിൽ വരച്ച് കാണിക്കുകയാണ്. നമുക്കതൊരു ക്ലാസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല, എന്തോ ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് 5 കീ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുമ്പോഴും സൈക്കോളജി അതിന്റെ ഒരു ഫണ്ടമെന്റൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ 5 കീ ഫാക്ടേഴ്സിൽ വരുന്നത്. അതിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, താഴെ കുറച്ച് ആരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 7 പോയിന്റ്സ് എടുക്കുന്നു. ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും റീഡ് ചെയ്യാമോ? വിത്ത് ഇൻട്രൊഡക്ഷൻ. വേറെ ആരോ വായിക്കാനായിട്ട് വന്നിരുന്നു തോന്നുന്നു. Through the entire scope of educational situations, psychology is included in the above mentioned 5 key factors. It may be further expanded by adding the following. It studies human behavior in educational situations. Psychology is the study of behavior, and education deals with the alteration of behavior. Hence, educational psychology pervades the whole field of education. It studies the growth and developments of the child, how a child passes through the various stages of growth, and what are the characteristics of each stage. Each stage are included in the study of educational psychology. Thank you, ma'am. അപ്പൊ അതാണ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജിയുടെ ആ ഒരു സ്റ്റിഗ്മ. പണ്ട് കാലത്ത് സൈക്കോളജി കേൾക്കുമ്പോഴേക്കും എന്തോ പ്രശ്നമാണ്, പക്ഷെ ഇപ്പൊ അത് പോസിറ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്, ഇറ്റ്സ് ആൻ അപ്ലൈഡ് സയൻസ് അല്ലെ, ഡ്രോയിങ് സയൻസ്. അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറെ നാളുകൾ കഴിയുന്നതോറും അതിന് കൂടുതൽ വിങ്സ്, ബ്രാഞ്ചസ് ഉണ്ടാവുകയാണ്. പല ഫീൽഡിലും അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ ഓഫീസുകളിൽ ആളുകൾ രാവിലെ വരുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. എന്തെങ്കിലും അവർക്ക് അവരെ ബൂസ്റ്റ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഇൻസ്പയർ ചെയ്യാനും എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സസ് ഒക്കെ കുറവുകളായിരുന്നു. ഇട്ട് തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. ഇപ്പൊ അവർക്ക് അതുപോലുള്ള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. സൈക്കോളജി അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയാ, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെ ഗ്രൂം ചെയ്യാനായിട്ട് അല്ലെ,
അവരെ ട്രിപ്പിന് കൊണ്ടുപോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മാറുവാണ് നമ്മളുടെ. അതെല്ലാം ഈ സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെയാണ്. ഈ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സെറ്റിങ്സിൽ ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു. അതാണ് ശരിക്കും സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്തതിന്റെ ഒരു ഉദ്ദേശം. ഇപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിഹേവിയറിന്റെ സ്റ്റഡിയാണ്. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിന്റെ ബിഹേവിയറിന്റെ സ്റ്റഡി ആകുമ്പോഴേക്കും അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നു, ഫോർവേഡ് സ്പ്രെഡ് ചെയ്യുന്നു ഹോൾ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഏത് ഫീൽഡാണ്, അംഗൻവാടി ആയിക്കോട്ടെ, പ്രീ KG ആയിക്കോട്ടെ, പ്ലേ സ്കൂൾ ആയിക്കോട്ടെ, KG, വട്ടെവർ, എലമെന്ററി, ഡിഗ്രി ലെവൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അങ്ങനെ എന്ത് പ്രൊഫഷണൽ ഡിഗ്രീസ്, മെഡിസിൻ, ടെക്നിക്കൽ, അങ്ങനെ എന്ത് തന്നെ ഫീൽഡ് തന്നെയായാലും എല്ലാത്തിലേക്കും ഈ സൈക്കോളജി സ്പ്രെഡ് ചെയ്തു പോകും. ആണ് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ സൈക്കോളജി സ്പ്രെഡ് ചെയ്തു പോകും. കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും സ്റ്റഡി ചെയ്ത് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യുന്നത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് കൂടുതലും ഗ്രോത്ത് കണക്ട് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോലെ മാനസികം, വൈകാരികം, ഇമോഷണൽ, മെന്റൽ, കോഗ്നിറ്റീവ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പിന്നെ കുട്ടിയുടെ സ്കിൽ ഡെവലപ്മെന്റ്. സ്കിൽ എന്താണ്, ഒരു കുട്ടിക്ക് ഓരോ പൊട്ടൻഷ്യൽ ഒരു സ്കിൽ ഉണ്ടാവുമല്ലോ, ആ സ്കില്ല് മനസ്സിലാക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതൊക്കെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി. കുട്ടി ഓരോരോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് നമ്മൾ പറഞ്ഞു, ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, പിന്നെ അഡോളസെൻസ്, അഡൾട്ട്ഹുഡ്, അങ്ങനെ ആ ഒരു രീതിയിൽ കുട്ടി പല പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഡെവലപ്മെന്റ് സൈക്കോളജി ബർത്ത് ടു ഡെത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ ബർത്ത് അല്ല, ഫ്രം ദ ബിഗിനിങ്, വൂമ്പിൽ നിന്ന് ഉള്ള തുടക്കം തുടങ്ങിയിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് വോമ്പിലേക്ക് ശവകുടീരം വരെയുള്ള യാത്ര തന്നെയാണ് ഡെവലപ്മെന്റ് സൈക്കോളജി. അതിലൊരു ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ, അതായത് കുട്ടി ആ ഒരു എഡ്യൂക്കേഷൻ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ തുടങ്ങിയുള്ള കുട്ടിയുടെ വേരിയസ് സ്റ്റേജസ്, അതിന്റെ ഗ്രോത്ത്, അതൊക്കെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്റ്റഡിയുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2 points. To what extent heredity and environment provide towards the growth of the individual, and how this knowledge can be made use of for bringing about the optimum development of the child, form a salient features of the scope of educational psychology. Educational psychology deals with the nature and development of personality of an individual. In fact, education has been defined as the all-round development of the personality of an individual. Personality development also implies a well-adjusted personality. Okay, thank you. ഓക്കെ, അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഇപ്പൊ 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 20 ഇൻഡിവിജ്വൽസ് ആണല്ലേ. 20 ഇൻഡിവിജ്വൽസും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും, അവര് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, കുറേ വ്യത്യാസങ്ങൾ. എല്ലാവരും സിമിലർ ഒന്നുമല്ല, യുണീക്ക് ആണ് അല്ലെ. വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സ്കിൽസ് ഡിഫറെന്റ് ആയിരിക്കും. പലപ്പോഴും കുട്ടികളുടെ ഒരു, അതായത് ഇൻഡിവിജ്വലിന്റെ, കുട്ടികളുടെ എന്നല്ല, ജനറലി നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഹെറിഡിറ്റി, എൻവയോൺമെന്റ്. ഹെറിഡിറ്റിയിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല അല്ലെ, കാരണം ജനറ്റിക് ആണ്. കുട്ടിക്ക് അമ്മ സൈഡിൽ നിന്നും അച്ഛൻ സൈഡിൽ നിന്നും കിട്ടുന്നത്, അത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഡയറക്റ്റ്, അതിന് മുമ്പുള്ള ഏതെങ്കിലുമൊക്കെ ജനറേഷൻസിൽ നിന്നായിരിക്കും. അപ്പൊ ഹെറിഡിറ്റി ഫാക്ടേഴ്സ് നമുക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടഫ്. പക്ഷെ എൻവയോൺമെന്റ് നമുക്ക് അവരുടെ ഗ്രോത്തിനെ, ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മറിയ മോണ്ടിസോറി ചെയ്തത്. മറിയ മോണ്ടിസോറിക്ക് അറിയാമായിരുന്നു ഹെറിഡിറ്റിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ജനറ്റിക് ആയിട്ട് ഒരു കുട്ടിക്ക് ജീൻ നമുക്കറിയാം, 46 chromosomes ഉണ്ട്. 23 ഫ്രം പാരന്റ്സ് ഫാദർ സൈഡ്, 23 ഫ്രം മദർ സൈഡ്. അതെന്തായാലും ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് കിട്ടും. അത് പോസിറ്റീവ് കിട്ടുമോ നെഗറ്റീവ് കിട്ടുമോ നമുക്ക് പറയാനേ പറ്റില്ല. സോ അങ്ങനെ ആകുമ്പോൾ അതിൽ നമുക്കൊന്നും കാര്യമായി ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ ഡു ദ എൻവയോൺമെന്റ്. കുട്ടി വളർന്നു വരുന്ന സാഹചര്യം,
ആ സറൗണ്ടിങ്സിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അത് നന്നാക്കി നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു സീരീസ് ഇറങ്ങിയിട്ടായിരുന്നു മലയാളത്തില്, 1000 ബേബീസ്. അറിയുന്ന കണ്ടിരുന്നോ? യെസ്, 1000 ബേബിയില് ഹെറിഡിറ്റി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എങ്ങനെ ചേഞ്ചസ് ആക്കുന്നു എന്നുള്ളത് നമുക്ക് ആ മൂവിയിൽ കാണും. എത്ര നല്ല എൻവയോൺമെന്റ് കിട്ടിയിട്ടും ഹെറിഡിറ്റിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഹെറിഡിറ്റിയിലെ പ്രശ്നങ്ങൾ കാരണം ആ കുട്ടികൾ വഴി തെറ്റി പോകുന്നതാണ് അതിനകത്ത് കാണുന്ന ഒരു കാഴ്ച. ഓക്കെ, അപ്പൊ അത് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാണുകയാണെങ്കിൽ നന്നായിരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ലാഗിങ് ആയിട്ട് നമുക്ക് തോന്നും, പിന്നെ ഭയങ്കര മൂവിങ് ആണ്, നല്ല ഫ്ലോയാ. മേ ബി അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമായിരിക്കും, അത് എൻഡ് ചെയ്തത് ആ ഒരു രീതിയിൽ നടന്ന എന്തോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാന്നൊക്കെ കേൾക്കുന്നു. ഐ ഡോണ്ട് നോ ആക്ച്വലി. എനിവേ പ്ലീസ്. അപ്പൊ അങ്ങനെ ഹെറിഡിറ്റിയിലെ ഒരു ഇത് പ്രശ്നം തന്നെയാണ്. എന്റെ ബ്രദറിന് കണ്ണിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. കണ്ണിന് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ആ സമയത്ത് അതാരും ഇപ്പോഴത്തെ പോലെ റുട്ടീൻ ചെക്കപ്പുകളൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 80s. അപ്പൊ സ്കൂളില് മെഡിക്കൽ ചെക്കപ്പ് പോലെ ഐ ചെക്കപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ ഒരു കണ്ണിന് ഫോക്കസിങ് ഇല്ല, പ്രശ്നമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അവൻ പിന്നെ സ്പെക്സ് വെക്കാനായിട്ട് തുടങ്ങി. അവന് ആദ്യേ തുടങ്ങി ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, പക്ഷെ അത് അവന് പറയാൻ അറിയണിണ്ടായില്ലേ. അത് കഴിഞ്ഞ് എന്റെ മോളുണ്ടായി കഴിഞ്ഞപ്പോ ഈ സെയിം പ്രോബ്ലം അവൾക്കും. അപ്പം അവൾക്ക് കിട്ടിയത് എന്റെ അടുത്തുനിന്നോ ഹസ്ബൻഡിന്റെ അടുത്തൊന്നും അല്ല, എന്റെ ഫാമിലിയില് എന്റെ ബ്രദറിന് ഉണ്ടായ പ്രോബ്ലം അവളിലേക്ക് വന്നു, അവളുടെ ജനറേഷനിൽ അവൾക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഹെറിഡിറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഇരുന്ന് പറയും, എല്ലാ നെഗറ്റീവ്സും എനിക്ക് കിട്ടി, എനിക്ക് പോസിറ്റീവ് കിട്ടാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവളിങ്ങനെ എപ്പോഴും പറയും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണോ കിട്ടുന്നത് നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ ഹെറിഡിറ്റി ഒരു ഫാക്ടർ തന്നെയാണ്, പക്ഷെ എൻവിയോൺമെന്റ് മെച്ചപ്പെടുത്തിയാൽ നമുക്ക് അതിന്റെ എഫക്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഹെറിഡിറ്റി ഫാക്ടേഴ്സിലെ ഫിസിക്കൽ ചേഞ്ചസ് ലൈക്ക് മുടിയുള്ളത്, മുടിയില്ലാത്തത്, കഷ്ണി ആവണത്, കണ്ണിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ, അങ്ങനെ പല കാര്യങ്ങളും ഹെറിഡിറ്റിയിൽ വരുമല്ലോ. അതൊക്കെ നമുക്ക് ഇച്ചിരി പാടായിരിക്കും മാറ്റാൻ. പക്ഷെ സ്വഭാവങ്ങൾ എന്നുള്ളത് അത് നമുക്ക് കുറെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കുറെ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി മനസ്സിലായാൽ മാത്രമാണ് ഈ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്ത് കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് അതുമായിട്ട് ഡീൽ ചെയ്യുന്നു. നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്, അപ്പൊ നമുക്കൊരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി വരും. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ് കൊണ്ടോ നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ ഒന്നും ആയിരിക്കണം എന്നില്ല, അല്ലെ? നമ്മുടെ സംസാരം ഒരു മാറ്റർ തന്നെയാണ്, ഡ്രസ്സിങ് ഒരു മാറ്റർ തന്നെയാണ്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് നമ്മളുടെ ചില ഒരു വ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ചില ബിഹേവിയർ, അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് 3 പോയിന്റ്സ് ആണ് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത്. നെക്സ്റ്റ് 3 പോയിന്റ്സ് ആരെങ്കിലും റീഡ് ചെയ്തു? It studies individual difference, very individual difference from every other individual, one basic facts of human nature which have been brought to light by educational psychology is one fact has revolutionized a concept of process of education. It studies nature, intelligence, and its measurement. This is of utmost importance for a teacher. It provides guidance and counseling. Education is nothing but providing guidance to the growing child.
സോ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് സ്റ്റഡി ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ എന്താ പറയാ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കണം. പലപ്പോഴും കമ്പാരിസൺ പണ്ടൊക്കെ ചെയ്തിരുന്ന കാര്യമായിരുന്നു. പാരന്റ്സ് ചെയ്യാറുണ്ട്, കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ടീച്ചേഴ്സും പലപ്പോഴും കമ്പയർ ചെയ്യുന്നു. അതൊക്കെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല, വളരെ 1-2 കേസസിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ടീച്ചേഴ്സിന് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ഇമ്പാക്ട് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കും അവർ ഓരോ കുട്ടിയെയും വ്യത്യസ്തനായി കാണാനായിട്ട് തുടങ്ങി, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് സ്റ്റഡി ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ എല്ലാ ഇൻഡിവിജ്വലും മറ്റൊരാളിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിലും എന്തോ ട്വിൻസ് ആണെങ്കിൽ പോലും അവർ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അത് ഹ്യൂമൻ നേച്ചറിന്റെ ഒരു ഫാക്ട് തന്നെയാണ്. അപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പോയിന്റ് ഔട്ട് ചെയ്ത് എപ്പോഴും അതിനെ ഹൈലൈറ്റ് ചെയ്തതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആപ്ലിക്കേഷൻസ് നടത്തുന്നത് കുട്ടികളിൽ. ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ അത് നടത്തുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഒരു പല പല സ്കൂളിൽ ഓരോ കുട്ടിയെയും വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് അറിയാം. ബട്ട് സിലബസ് അല്ലെങ്കിൽ കരിക്കുലം അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് വാട്ട് എവർ ഇറ്റ് ബി, ഈ സ്കൂളുമായി കണക്ട് ചെയ്യുന്ന എന്താ പറയാ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ആക്ടിവിറ്റീസ് എന്ത് തന്നെയാണെങ്കിലും റിലേറ്റ് ചെയ്യുന്നത് ഓരോ ഏജിലെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ജനറലി എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ചാണ്. അങ്ങനെ വരുമ്പോഴാണ് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവരുടെ സ്പെഷ്യൽ നീഡ്സും അവരുടെ ഡിസബിലിറ്റീസ് ഡിഫോമിറ്റീസ് എല്ലാം മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു എൻവയോൺമെന്റ് വേറെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പ്രത്യേകം ആ സ്കൂളുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺലക്ലി അങ്ങനെയുള്ള സ്കൂളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകൾ കൂടുതലായിട്ട് ഇപ്പൊ ബഡ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നാച്ചുറൽ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു കുട്ടിയുടെ ഒരു ലെവൽ, IQ ലെവൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകും. പലപ്പോഴും 10th എക്സാം, പബ്ലിക് എക്സാം എന്ന് പറയുന്നത് 10th അവർക്ക് വരുന്നത്. 10th എക്സാം എഴുതാനായിട്ട് വരുമ്പോൾ ഇതുപോലെ സ്പെഷ്യൽ നീഡ്സ് അങ്ങനത്തെ പ്രശ്നം വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരിതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവർക്ക് ഒരു സ്ക്രബറെ വെച്ചിട്ട് ഒരു സപ്പോർട്ട് ഒരാളെ വെച്ചിട്ട് എഴുതാൻ പറ്റണം എന്നുള്ള രീതിയിൽ അവർ റിക്വസ്റ്റ് ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് അങ്ങനെ എക്സാം എഴുതുന്ന കുട്ടികളെ കാണും. പിന്നെ ഗൈഡൻസും കൗൺസിലിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രോയിങ് ചൈൽഡിന് വേണ്ടുന്ന ആവശ്യമുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇപ്പൊ ജനറൽ സൈക്കോളജി ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്നു ഒരു ജനറൽ വേയില്. പക്ഷെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ലേണറിനെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ. അതിലുള്ള ബിഹേവിയർ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് 4 points. 4 അല്ല 5 points. 5 points ആരെങ്കിലും ഒന്ന് വായിക്കാം. While general psychology deals with the behavior of the individual in the general way, educational psychology is concerned with the behavior of the learner in the educational settings. Its nature is scientific as it adapts the method of systematic inquiry and scientific approach as used by science. Educational psychology is functional is in its character and is not therefore concerned with the content of the subject. It is an applied positive science as it studies fact of behavior and describes the laws guiding them. It is not normative science as it is not concerned with the values of education. Educational psychology is a growing science. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് താഴെ പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അല്ലാണ്ട് വേറെ വലിച്ചു വാരിയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സയന്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ്, സയന്റിഫിക് അപ്രോച്ച് തന്നെയാണ്. അതായത് ഫാക്ട് ബേസ്ഡ് സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് വരുന്നത്.
അപ്പൊ ഇറ്റ്സ് എ സയൻസ് എന്ന് തന്നെ നമുക്ക് പറയും. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് ഫങ്ഷണൽ ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. അതൊരിക്കലും ഒരു സബ്ജക്ട് വൈസ്, ഒരു തിയറി ബേസ്ഡോ ഒരു സബ്ജക്ട് വൈസ് എന്നുള്ള രീതിയിലൊന്നുമല്ല. അതിന് ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ചസ് വരുത്താം ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഡിവിജ്വൽ. നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ളത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരു സബ്ജക്ട് ടോപ്പിക് മാത്രം വെച്ചിട്ട് നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റില്ല. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഫങ്ഷണൽ ആണെന്ന് പറയുന്നത്. പിന്നെ ഇതൊരു നമ്മൾ പറഞ്ഞു ഓൾറെഡി സൈക്കോളജിനെ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സെറ്റിങ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതൊരു പോസിറ്റീവ് ഏരിയയിലാണ്. സോ ഇറ്റ്സ് ആൻ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്. അത് ശരിക്കും എന്താ ചെയ്യുന്നത്, ബിഹേവിയർ ആൻഡ് സ്റ്റഡി ചെയ്തിട്ട് അവരെ ഗൈഡ് ചെയ്യുവാണ്. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജി പോലെ ട്രീറ്റ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആൻ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്. പിന്നെ അതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ തിയറി ഒക്കെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് മാത്രം വർക്ക് ചെയ്യുന്നതിനെയാണ് നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമുക്ക് അങ്ങനെ കുറെ എഴുതി വെച്ച കാര്യങ്ങള് പ്രിൻസിപ്പൽ തിയറീസിനെ വെച്ച് മാത്രം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ മുന്നിൽ വരുന്ന ജീവനുള്ള കുറെ സോൾസ് അല്ലെ, കുറെ സോൾസ് ആണ്, ജീവനുള്ളതാണ്, അല്ലാണ്ട് മെഷീൻസോ അങ്ങനത്തെ യന്ത്രങ്ങളൊന്നും അല്ല, ജീവനുള്ളവരാണ്. അപ്പൊ നമ്മൾ എഴുതപ്പെട്ട് ഇങ്ങനെ എഴുതി വെച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. അതില് അവരുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്തണം. നമുക്ക് ഒരിക്കലും ഒരു തിയറിയുടെയോ ഒരു അങ്ങനെ ഒരു പ്രിൻസിപ്പിളിന്റെയോ പുറകെ പോയി അതിനനുസരിച്ച് പ്രിൻസിപ്പിൾസ് PRINCIPLES ആണ്, പ്രിൻസിപ്പിൾസിന്റെ പുറകെ പോയിട്ട് അങ്ങനെ എഴുതപ്പെട്ട കുറെ ഇതിന്റെ പുറകെ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. മുന്നിൽ വരുന്ന കുട്ടിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതിന്റെ ബിഹേവിയർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് അതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ഗ്രോയിങ് സയൻസ് ആണ്. ഇത് ഈ നോർമേറ്റീവ് സയൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു എക്സാമിന് ചെറുതല്ല അല്പം വലിയ ഒരു മിസ്റ്റേക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡാഷ് എന്നുള്ള രീതിയിൽ. അപ്പൊ നോട്ട് എ നോർമേറ്റീവ് സയൻസ് നോട്ട് ചേർക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ അവിടെ നോർമേറ്റീവ് സയൻസ് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്, ഗ്രോയിങ് സയൻസ്, നോർമേറ്റീവ് സയൻസ്, then all of these. And not a normative science എന്നായിരുന്നു ഓപ്ഷനിൽ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് ബൈ മിസ്റ്റേക്ക് ആ നോട്ട് വിട്ടുപോയി. അങ്ങനെ അത് തെറ്റായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ആ ക്വസ്റ്റ്യൻ ഇതുവരെ അതാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ വല്ല പ്രീവിയസ് ആരുടെയെങ്കിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആൻസർ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പറയാം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് സയൻസ് ആണ്, ഒരു പോസിറ്റീവ് സയൻസ് ആണ്, ഒരു ഗ്രോയിങ് സയൻസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഓർത്തിരിക്കാം. അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, ഗ്രോയിങ് സയൻസ്, ബട്ട് നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഇറ്റ് ഈസ് ഫങ്ഷണൽ. ഇറ്റ് ഈസ് എന്താ പറയാ, ഇറ്റ്സ് സയന്റിഫിക് മെത്തേഡ്. ഇതിനകത്തൊരു സയന്റിഫിക് മെത്തേഡാണ് വരുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സയന്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, അപ്ലൈഡ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്. ബട്ട് തിയറി, പ്രിൻസിപ്പിൾ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, സബ്ജക്റ്റിനെ എന്നുള്ള ഒരു കണ്ടന്റ് മാത്രം നോക്കുന്നതല്ല. ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നമുക്കറിയാം എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ 5 കീ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 5 കീ ഫാക്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനറ്റ്ലി എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം ലിമിറ്റേഷൻസും ഉണ്ടാകും. ഓക്കെ,
ലിമിറ്റേഷൻസ് ഉണ്ടാകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലിമിറ്റേഷൻസ് ഉണ്ടാകാൻ കാരണമുണ്ട്. കാരണം നമുക്ക് എന്തൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് ഫസ്റ്റ് വരുന്ന ലിമിറ്റേഷൻസ് എന്താ? നമുക്കൊരു ഓണം സെലിബ്രേഷൻ നടത്തണം, നമ്മുടെ ലിമിറ്റേഷൻസ് എന്തായിരിക്കും? ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻ മണിയാ. മണി, ഫണ്ട് ഇഷ്യൂ അല്ലെ? ആവശ്യത്തിന് റിസോഴ്സസ് ഇല്ലെങ്കിൽ നമുക്കിത് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? റിസോഴ്സസ്. പിന്നെ അതുപോലെ തന്നെ 100 പേരുണ്ട്, 100 പേരും 100 തരമായിരിക്കും അല്ലെ? 100 പേര്, ആ 100 പേരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതിന്റെ ലിമിറ്റേഷൻ, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൊണ്ടുള്ള ലിമിറ്റേഷൻസ് വരും. ഓക്കെ, അവരുടെ ബിഹേവിയർ, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് വരും. ഓക്കെ, ഫൈൻ. ആ ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞ താഴെ ഒരു 5 പോയിന്റ്സ് ആണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീഡ് ചെയ്യാമോ? Limitations of education psychology. The energetic and powerful nature of human behavior sets a number of limitations to the application of psychology to solve educational problems. These limitations are limitations due to nature of educational psychology, limitations due to nature of human behavior, limitations due to individual differences, limitations due to limited scope of experiments on human being, limitations due to the gap between theory and practice. Thank you. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ, അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ വളരെ പോസിറ്റീവായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞാലും എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് സർട്ടൻ ലിമിറ്റേഷൻ, അതിന്റെ ഒരു നേച്ചർ കൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഹ്യൂമൻ ബിഹേവിയർ, ഡെഫിനറ്റ്ലി നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഹ്യൂമനിലാണ് അല്ലെ? ജീവനുള്ള ആളുകളിൽ തന്നെയാണ്. സോ ആ ആളുകളുടെ നേച്ചർ, അതിന്റെ ഒരു ലിമിറ്റേഷൻസ്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോരുത്തരിലും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരും. അപ്പൊ ഗ്രൂപ്പുമായിട്ട് മേർജ് ചെയ്യാതെ വരിക, ആ ഗ്രൂപ്പിൽ ഇഷ്യൂസ് വരിക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാം. അപ്പൊ അങ്ങനെ ലിമിറ്റേഷൻസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് പരീക്ഷിച്ച് നോക്കി ശരിയാകുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പറ്റില്ല അല്ലെ? ചില മരുന്നുകൾ പരീക്ഷിക്കുന്ന പോലെ മൃഗങ്ങളിൽ പരീക്ഷിച്ച് നോക്കും, അത് തന്നെ കഷ്ടമാണ്. അപ്പൊ എന്നിട്ടാണ് മനുഷ്യരിൽ വാക്സിനേഷൻ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെ രീതിയിൽ വരാറുണ്ട്. സോ അങ്ങനെ ആ ഒരു ആളുകളിൽ പരീക്ഷണം നടത്താനായിട്ട് പറ്റില്ല. ഒന്നാമത് സ്വഭാവം, അവരുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാ. അങ്ങനെ നോക്കി അവസാനം പ്രശ്നങ്ങൾ ഗുരുതരമാകാനും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തിയറി ആൻഡ് പ്രാക്ടീസ്, വാട്ട് എവർ ഇറ്റ് ബി ദർ ഇസ് സം തിയറി, ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അക്കാദമിക് സെഷനിൽ പല ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലി അതൊന്നും പോസിബിൾ ആക്കാൻ പറ്റാറുമില്ല. അതിപ്പോ ഒരു കുട്ടി ഇച്ചിരി പ്രശ്നം തോന്നുന്നുണ്ട് കുട്ടിയുടെ ബിഹേവിയറിൽ, അപ്പോൾ തിയറി അനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയണ്ടാവും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. ദാറ്റ് ഈസ് ലിമിറ്റേഷൻസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ gap between theory and practice. Okay. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ റെലവൻസ്, ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ, ഹൂവർ ഇറ്റ് ഈസ്, ആ ഒരു ട്രെയിനർ, ഈ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നോളജ്, ആ ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് ഏതെല്ലാം തരത്തിൽ അവർക്ക് യൂസ്ഫുൾ ആകുന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഞാനിത് പറഞ്ഞു പോവാം. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ അല്ലെ, ഡെഫിനറ്റ്ലി ആ കുട്ടീനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. മുന്നിൽ വരുന്ന കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് ആ ടീച്ചർക്ക് പറ്റും. ചില കുട്ടികൾ പറയില്ലേ, ആ ടീച്ചർ പഠിപ്പിക്കണമെന്നും മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്ക് ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതുപോലെ കുട്ടികളുടെ ഹൃദയം അറിയുന്ന ഒരു ടീച്ചറായിരിക്കും. ഒരുപക്ഷെ അവർ പഠിപ്പിക്കുന്ന മനസ്സിലായില്ലെങ്കിൽ പോലും കുട്ടികൾ വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് പറയാറുണ്ടാവും. അപ്പൊ മുന്നിൽ വരുന്ന കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ടു ക്യാപ്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ആ വരുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചർക്ക് മുന്നിൽ വരുന്ന കുട്ടികളെ അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ ഒരു ലേണിംഗ് പ്രോസസ്, ടീച്ചർ ഒരു ലേണിംഗ് പ്രോസസ് ചെയ്യുമ്പോൾ ആ ലേണിംഗ് പ്രോസസ് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. എങ്ങനെ, എപ്പോൾ, ആർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ത്രൂ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ടീച്ചർ മനസ്സിലാക്കും. നെക്സ്റ്റ്, ടു അണ്ടർസ്റ്റാൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഏത് രീതിയിലുള്ള ടീച്ചിങ്, എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എങ്ങനെ കൊടുക്കണം, അത് മനസ്സിലാക്കുന്നു. പിന്നെ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഇൻഡിവിജ്വൽസിന്റെ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ഇതാണ് നമ്മൾ എയിം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ടീച്ചർക്ക് മനസ്സിലാകും. പിന്നെ ആ ഒരു ടീച്ചർക്ക്, അപ്പൊ അങ്ങനെ മനസ്സിലാകുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും ഒരു കുട്ടിക്ക് അക്കാദമിക് സൈഡിൽ എന്തെല്ലാം, അല്ലെങ്കിൽ ഒരു കുട്ടി എന്നല്ല പല പല കുട്ടികൾക്കാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായി എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ കരിക്കുലം ഡെവലപ്മെന്റിൽ, ഒരു സിലബസിന്റെ കാര്യത്തിലോ അങ്ങനെ അക്കാദമിക്സിന്റെ ഡെവലപ്മെന്റിൽ വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് കേപ്പബിൾ ആക്കുന്നു. പിന്നെ ഗൈഡൻസ് സർവീസ്, ഗൈഡ് ചെയ്യുന്നതാണല്ലോ കുട്ടിയെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു ഗൈഡൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എക്സ്ട്രാ ഓർഡിനറി കുട്ടികൾ ഉണ്ടെങ്കിൽ, ഹൈപ്പർ ആക്റ്റീവ് ആകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളൊക്കെ ആയിരിക്കാം, അവർക്ക് വേണ്ടുന്ന പ്രോപ്പർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലാസ് റൂമിൽ പലപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ആ ഒരു കുട്ടികൾ ആ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന അവരെ സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയർ എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് സാധിക്കുന്നു. കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിഷ്മെന്റ് കൊടുക്കാതെ, പലപ്പോഴും പല മിസ്റ്റേക്കുകൾക്കും ടീച്ചേഴ്സ് പൊതുവെ പണ്ടൊക്കെ പണിഷ്മെന്റ് കൊടുക്കുമായിരുന്നു. പണിഷ്മെന്റിന് പകരം കുറച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡിസിപ്ലിന് വേണ്ടിയിട്ട് കൊണ്ടുവരാം അല്ലെ. കുട്ടികളെ മിണ്ടാതിരുത്തണമെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൊടുത്ത് അവരുടെ ഡിസിപ്ലിൻ വരുത്താം. അങ്ങനെയുള്ള രീതിയിൽ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടികൾ പോകുമ്പോൾ അതിന്റെ റിസൾട്ട്, ആ ഔട്ട്കംസ് മെഷർ ചെയ്യാനായിട്ട് ടീച്ചറെ ഹെൽപ്പ് ചെയ്യും എഡ്യൂക്കേഷൻ സൈക്കോളജി. പല മെത്തേഡ്സ് യൂസ് ചെയ്യാം അസസ്മെന്റിന്, അല്ലെങ്കിൽ ടീച്ചറുടേതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടീച്ചർക്ക് പറ്റും, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, മെറ്റീരിയൽസ്, അതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആകുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ടെക്സ്റ്റുകളിലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തത് ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു സ്കൂളിലെ ടീച്ചർ ആയിരിക്കും. ആ രീതിയിൽ ഉള്ള കേപ്പബിലിറ്റി ടീച്ചർക്ക് ഉണ്ടാവും. പിന്നെ കരിക്കുലർ അക്കാദമിക് ആക്ടിവിറ്റീസിന് പുറമെ നോൺ അക്കാദമിക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ ഏജിന് അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനെല്ലാം പുറമെ ടു നോ അബൌട്ട് ഹിംസെൽഫ്, അവനവനെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാകണം, എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, മാറ്റങ്ങൾ വരുത്തി ഞാൻ കുറച്ചുകൂടെ എന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു രീതി, ഞാൻ എല്ലാം തികഞ്ഞതാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. അവനവനെ നല്ലപോലെ തിരിച്ചറിയാനും കുറച്ചുകൂടെ ഷേപ്പ് ആക്കാനും, നല്ല എന്താ പറയാ, നമ്മുടെ റോൾ എന്താണ് അത് മനസ്സിലാക്കി നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യും ടു ബിക്കം എ ബെറ്റർ ടീച്ചർ. അതുപോലെ തന്നെ കുട്ടികളെ, ലേണറെ ഒരു ബെറ്റർ ലേണർ ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രൂട്ട്സ് ടീച്ചർക്ക് മാത്രമല്ല ലേണർക്കും, ടീച്ചറെയും ബെറ്റർ ആക്കുന്നു, ലേണറെയും ബെറ്റർ ആക്കുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി നമുക്ക് അതാണല്ലോ വേണ്ടത്. രണ്ടുപേരും പ്രൊഡക്റ്റീവ് ആകും, രണ്ടുപേരും വളരുന്നു. ഓക്കെ, ഇതേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ബാക്കി തീരുമാനിക്കും. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ആകാം. Good morning, ma'am, and all. Today, I want to say a big thank you to our Jisha ma'am for today's wonderful class. Ma'am, you explained everything clearly and made the lesson easy to understand. Your teaching is really great, and we all learn a lot from you. I also want to thank my dear classmates for their cooperation and support.
Because of all of you, our class went very well. Thank you once again, dear Jisha ma'am, and my dear classmates. Thank you. Thank you, ma'am. Thank you, ma'am. മിസ്സേ മിസ്സിന്റെ തിരുവാങ്കുളത്ത് എവിടെയാട്ടാ? തിരുവാങ്കുളം പണ്ടൊരു പഞ്ചായത്ത് ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ പഞ്ചായത്ത് ഇല്ല. അവിടെ LBS റോഡ് അറിയും, ലാൽ ബഹദൂർ ശാസ്ത്രി റോഡ്. ആ റോഡ് കയറി റൈറ്റിലേക്ക് പോണം. എന്റെ വീട് ചോറ്റാനിക്കരയാ. ആണോ? പഠിച്ചതോ? എന്നെ കെട്ടിച്ചുണ്ടാക്കണ ചോറ്റാനിക്കര. എന്റെ സ്വന്തം വീട് കരിമുകൾ എന്ന് പറയാം, അമ്പലമുകൾ കരിമുകൾ. അറിയാം. ശരി മാം, താങ്ക് യു.